ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ട്വിൻ ഫ്ലെയിം സിക്നെസ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിൻ്റെ ജേണിയിൽ പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറച്ച് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതാണ് സിക്നെസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. വലിയ മേജർ ഹെൽത്ത് അല്ല. ട്വിൻ ഫ്ലെയിം സിക്നെസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പറയാം കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഓരോ ചക്രാസ് അലൈൻ ചെയ്ത് വരുമ്പോൾ, ചക്ര ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ചക്ര റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ റൂട്ട് ചക്ര ഹീലിംഗ് ആവശ്യമാണ്, അല്ലെങ്കിൽ റൂട്ട് ചക്ര ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോവറായിട്ടുള്ള ബാക്ക് പെയിൻ വരാം. അതുപോലെ കാലിന് എനിക്ക് കൂടുതലായിട്ടും ഇപ്പോൾ റീസെൻ്റ്ലി ഫീൽ ചെയ്തത് സ്റ്റൊമക്ക് അപ്സെറ്റാണ്. വയറിൽ ഭയങ്കരമായിട്ട് ഒരു ഡയറിയ പോലത്തെ ഫീലിംഗ്. അതിനർത്ഥം സോളാർ പ്ലെക്സസ് ചക്ര ക്ലൻസിങ് നടക്കുന്നു ആൻഡ് കാർമിക് റിലീസ് നടക്കുന്നു. ഡി എമ്മിൻ്റെ സൈഡിലും കാർമിക്കായിട്ടുള്ള എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജീസൊക്കെ ഡി എമ്മിൻ്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യുന്ന ടൈമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇൻഡ്യൂറ്റീവില്. അതുപോലെ റൈറ്റ് ലെഗ് ഭയങ്കര തൈസിൽ ചെറുതായിട്ട് എനിക്കൊരു കുഞ്ഞ് ബേണിങ് ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലല്ല, ചെറുതായിട്ട്. അപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു. അതും നേരെ പോയിട്ട് തട്ടിയത് തൈസിലാണ്, അതും റൈറ്റ് ലെഗ്. അപ്പോൾ അതിനർത്ഥം സംതിങ് അവിടെ ഫിഷിങ് അല്ലെങ്കിൽ ബേണിങ് പൊള്ളുന്നതിന് ഉത്തരം എനിക്ക് മനസ്സിലായത് ആ ഒരു സൈഡിൽ കാര്യമായിട്ട് എന്തോ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി പുറത്ത് കാണുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കില്ല, ഇൻസൈഡ് ദെയർ മെൻ്റലി അല്ലെങ്കിൽ അവിടെ കാർമിക്കായിട്ടുള്ള ട്രിഗേഴ്സ് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു കറൻ്റ് എനിക്ക് റൈറ്റ് സൈഡ് ഭാഗത്താണ് കൂടുതലായിട്ട് കടച്ചൽ, ഒരു പെയിന്, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഹെഡിൻ്റെ റൈറ്റ് സൈഡിൽ ചെറുതായിട്ടൊരു കുത്തിയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടും, ഹാർട്ടിൽ ഭയങ്കരമായിട്ടൊരു ഭാരം, ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹാർട്ട് ചക്ര റിലീസിങ്, ഹാർട്ട് ചക്രയൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോളാർ പ്ലെക്സസ് ചക്ര, റൂട്ട്, ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇനി എന്തെങ്കിലുമൊക്കെ റെസിഡ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്വിൻ ഫ്ലെയിം സിക്നെസ്സിൽ കൂടുതലായിട്ടും ചക്ര റിലേറ്റഡ് ആയിട്ടാണ് വരിക. ത്രോട്ട് ചക്രയ്ക്ക് ബ്ലോക്ക്ഡ് ആകുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് ശരിയായിട്ട് വരില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിമിനോട് എന്തൊക്കെ കൺവേ ചെയ്യാനുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കില്ല. ട്വിൻ ഫ്ലെയിമിന് നിങ്ങളോടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ ട്വിൻ ഫ്ലെയിം ത്രോട്ട് ചക്ര ബ്ലോക്ക് വരുമ്പോഴും ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ സംബന്ധമായിട്ട് കോൾഡ്, കഫ്, ഫീവർ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഈ തേർഡ് ഐയിൽ നോക്കുകയാണെങ്കിൽ, തേർഡ് ഐയിൽ ചില സമയത്ത് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെഡ് ഏക്ക്, തല ഭയങ്കര ഭാരം പോലെ. എനിക്ക് ഇപ്പോൾ 2 ദിവസം പെട്ടെന്ന് ഇങ്ങനെ തല കറങ്ങുന്ന ഒരു സെൻസേഷനാണ്, എന്തൊക്കെയോ ഹെവിനെസ് തലയിലേക്ക് കൂടുന്ന പോലെ. അപ്പോൾ തേർഡ് ഐ ചക്ര ഓവറായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ തേർഡ് ഐ ചക്രയിൽ വർക്ക് നടക്കുമ്പോഴും, അവർക്കും തേർഡ് ഐയിൽ വർക്ക് ഉദ്ദേശിക്കുന്ന അവരുടെ ചക്രാസൊക്കെ റിലീസ് ചെയ്ത് ഒന്ന് ബാലൻസിലേക്ക് വരുമ്പോഴും, അവർക്കും വിസ്ഡംസ് ലഭിക്കുമ്പോഴൊക്കെ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വിസ്ഡം കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാകും. പിന്നെ അവർക്ക് അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ലല്ലോ. നമുക്ക് പിന്നെ ഒരു കാര്യം വരുമ്പോൾ, അപ്പോൾ ഒരു വയറിൽ സോളാർ പ്ലെക്സസിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബീച്ച് മന്ത്ര ചെയ്ത് 3 മിനിറ്റ്സ് അത് സെറ്റ് ചെയ്യും. അവർക്കത് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അറിയില്ല. ഡി എഫ്സിന് ബാലൻസ് ചെയ്യാൻ അറിയാം, ഡി എംസിന് ബാലൻസ് ചെയ്യാൻ അറിയില്ല. അവർ പേടിക്കുക, അല്ലെങ്കിൽ ഫിയർ ഫാക്ടർ, അവരുടെ ഫിയർ ഫാക്ടറും കൂടിയാണ് നമ്മുടെ ഇമോഷണൽ സൈഡ് പറയുകയാണെങ്കിൽ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഉണ്ടാവുന്നത്. ഓക്കെ. തേർഡ് ഐ സോളാർ പ്ലെക്സസ്. സാക്രൽ ആണെങ്കിൽ അഡിക്ഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, അഡിക്ഷൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അഡിക്ഷൻ സോളാർ പ്ലെക്സസിലാണ്. നമുക്ക് വൂം ഹീലിംഗ്, അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും സാക്രലാണ്. സെക്ഷൽ ആയിട്ടുള്ള അഡിക്ഷൻസും ഓവർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസൊക്കെ നടന്നവരാണെങ്കിലും ഈ സാക്രൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. സാക്രൽ ക്ലെൻസ് ചെയ്തിട്ടില്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കാർമിക് ട്രിഗേഴ്സ് ഒരുപാട് വരും. ഫെർട്ടിലിറ്റി കുറവായിരിക്കും, മീൻസ് കുട്ടികളില്ലാത്ത അവസ്ഥകൾ വരാം. സെക്ഷൽ ആയിട്ടുള്ള കുറേ ഡിസ്റ്റർബൻസസും അതിൻ്റേതായിട്ടുള്ള ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ചാൻസസ് ഉണ്ട് വരാൻ. അപ്പോൾ സാക്രൽ നിങ്ങൾ ഹീൽ ചെയ്യണം. പിന്നെ ഉണ്ടാകുന്ന സിംറ്റംസ് എനിക്ക് ഫീൽ ചെയ്തത് എന്താ പറയുക, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഒരു സമയം ഉണ്ടായിരുന്നു. സ്ലീപ്പിൽ ഒരുമാതിരി ഉറക്കം കിട്ടാത്തൊരവസ്ഥ, മോർണിംഗ് ഉറങ്ങുന്നത് പോലെ. ഇപ്പോൾ അതൊക്കെ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി കണ്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ലെറ്റ് ഗോ, സറണ്ടർ സ്റ്റേജാണ്. ലൈക്ക് ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ഞാൻ ഡിവൈനിലേക്ക് ആ ഒരു മർജിങ് നടന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണോ സെപ്പറേഷൻ സമയത്ത് സ്റ്റോപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ
ഒക്കെ മാറി റീബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യലി, കരിയർ വൈസ്, റിലേഷൻഷിപ്പ് ആണെങ്കിൽ പണ്ടൊക്കെ മിണ്ടാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മളെ പ്രസൻസിൽ തന്നെ അവർ വന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഇവർ മിണ്ടാത്ത ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ കാർമിക് റിലേറ്റീവ്സൊക്കെ ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്നു, നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുക. നമ്മുടെ എനർജി അങ്ങനെയാണ് പോകുന്നത്. സീക്ക് ഹെൽപ്പ് അല്ലേ. അതുപോലെ തന്നെ പറയാനുള്ളത്, അപ്പോൾ സ്ലീപ്പ് സൈക്കിൾ ഒരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ ഫുഡിൻ്റെ കേസ്, ചില സമയത്ത് ഇമോഷണലായിട്ട് ഡൗൺ ആകുമ്പോൾ ഫുഡ് കഴിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു, പെട്ടെന്ന് മധുരം കഴിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ടുണ്ട്. കൂടാതെ അധികം ഓയിൽ ഫുഡ്സൊന്നും എനിക്ക് അങ്ങനെ ഓയിൽ ഫുഡ്സ് ഞാൻ കഴിക്കില്ല. ചില സമയത്ത് ക്രേവിങ്സ് വരുമ്പോൾ ചിലപ്പോൾ നുറുക്കൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഇതൊക്കെ കഴിച്ചപ്പോൾ വയറിന്, ഞാൻ പറഞ്ഞല്ലോ, എനിക്കെല്ലാം കൂടി ഒരു അപ്സെറ്റ് സ്റ്റൊമക്കാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ സോളാർ പ്ലക്സസ് ചെക്കർ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിലീസ് വന്നു. വയറ്റിനുള്ളിൽ ഇങ്ങനെ എനിക്കൊരു ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു ക്ലയൻറ്റിന് റീഡ് ചെയ്ത് കൊടുത്തപ്പോൾ ബ്ലാക്ക് മാജിക് എനർജീസ് വന്ന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 ഡേയ്സ്. അത് ഭയങ്കര വോമിറ്റിങ്, അതുപോലെ തന്നെ ഡയറിയ പോലെ തന്നെ വന്നു. വയറിനുള്ളിൽ എന്തോ പിടിച്ച് വലിക്കുന്നൊരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞ് സിംറ്റംസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നലെ. അപ്പോൾ ഇതൊക്കെ സോളാർ പ്ലെക്സസിൽ എഫക്റ്റ് നടക്കുന്നതാണ്. ബിക്കോസ് 2025 ഈസ് പ്രിപ്പയറിങ് ഫോർ യൂണിയൻ. അതുപോലെ തന്നെ അബണ്ടൻസ് ഡോർ എനിക്ക് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഗ്രേറ്റർ ഡോർസിലേക്ക് എത്തിക്കുന്ന പോലെ എനിക്ക് മാത്രമല്ല എൻ്റെ ഈ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മുക്കാലും ഹീൽഡ് ആയിട്ടുള്ള DFസിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം സിക്നെസ് ഫീൽ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഓവറായിട്ടുള്ള ക്ഷീണം, രാവിലെ കിടന്നുറങ്ങാൻ തോന്നുക, അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച് ഉറക്കം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങാം, നന്നായിട്ട് വെള്ളം കുടിക്കുക. ബോഡിയിലേക്ക് കുറേ നമ്മൾ കാണുന്ന പോലെ നമ്മളിപ്പോൾ 7 ചക്ര ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു, അതിൻ്റെയൊക്കെ എഫക്റ്റ് ബോഡിയിൽ നടക്കുമ്പോൾ കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. DNA ചേഞ്ചൊക്കെ വരണം. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആവുക, ഗ്രൗണ്ടിങ് ചെയ്യുക, ചെരുപ്പിടാതെയൊക്കെ നടക്കുക. ഞാൻ ഇവിടെ ഈവനിങ് എൻ്റെ ഒരു റൂട്ടീനായിട്ട് വീടിൻ്റെ ബാക്കിൽ പറമ്പൊക്കെ അവിടെ ഒരു പ്ലാവ് മരങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴും എല്ലാം കൊഴിഞ്ഞ് വിടും. അപ്പോൾ അതെന്നും വൈകുന്നേരം അടിച്ചു വാരി വീടിൻ്റെ 4 ചുവരും ചവറൊക്കെ ഇട്ട് കത്തിക്കും. ഈവനിങ് ടൈം ഫയർ എനർജി ശരിക്കും നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എനർജീസ് ഉണ്ടെങ്കിൽ ഫയർ എനർജി വെച്ചിട്ട് ക്ലൻസ് ചെയ്യുന്നത് വളരെ നല്ലത്. ക്ലൻസിങ് ഉദ്ദേശിക്കുന്നത് ഞാൻ കത്തിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജീസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പോകാൻ ഹെൽപ്പ് ചെയ്യും. ശരിക്കും നല്ലൊരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് ഭയങ്കര സ്റ്റക്കായിട്ട് പോവുകയാണ്, ഒരു രീതി നടക്കുന്നില്ലെങ്കിൽ ഫയർ എനർജി യൂസ് ചെയ്യാം. എപ്പോഴും വീടും പരിസരം വൃത്തിയാക്കി വയ്ക്കുക. അത് ഫസ്റ്റ് ഡീക്ലട്ടർ. വീട് വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ പറമ്പ് വീടിൻ്റെ ഫ്രണ്ടൊക്കെ സൂപ്പറായി, ബാക്കിൽ പോയി ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും വൃത്തിയാക്കി വയ്ക്കുക. അപ്പോൾ തന്നെ ആ സ്പേസ് കൊടുക്കുമ്പോൾ എനർജീസ് വരാൻ ഹെൽപ്പ് ചെയ്യും. എനിക്കത് ഫീൽ ചെയ്യുന്ന കാര്യം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ കുഞ്ഞ് ഒരു കാര്യം പറയാം, മണി പ്ലാന്റ് ആദ്യം വളരെ കുറച്ചൊന്ന് മടിയായിരുന്നേ. ഇപ്പം മണി പ്ലാന്റ് ഞാൻ ഫോട്ടോ കാണിച്ചത്, മണി പ്ലാന്റ് ഓടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്ലറിഷ്ഡായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുക. അപ്പോൾ തന്നെ ഇവിടെ അമ്മ പറഞ്ഞു, മണി ഫ്ലോ കൂടി തുടങ്ങി. സത്യമാണ്, ഇവിടെ മണി ഫ്ലോ ഒരുപാട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. താങ്ക്സ് സോ മച്ച്. ടച്ച് യൂണിവേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ മാനിഫെസ്റ്റേഷൻസൊക്കെ നടന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് നടന്നത്. ഓക്കെ, അപ്പോൾ ട്വിൻ ഫ്ലെയിം സിക്നെസ് ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസ്റ്റർബൻസസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആണെങ്കിൽ അത് ഞാൻ അടിച്ചു പറയുന്നു. ചിലവർ ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല. ട്വിൻ ഫ്ലെയിം ജേർണിയിലാവുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേഷൻസ് ഉണ്ടായിരിക്കും, ഐസൊലേഷൻ ഉണ്ടായിരിക്കും. ഈ ഐസൊലേഷന് നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെടും. നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. നിങ്ങൾ തന്നെ നിങ്ങൾക്ക്. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു, ഈ ഒരു ട്വിൻ ഫ്ലെയിം വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ടാരോ റീഡിങ് കണ്ടതുകൊണ്ടോ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ ഞാനൊക്കെ വരുന്ന സമയത്ത് ടാരോ റീഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 ഹിന്ദി ചാനൽസ് ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഒരു ചാനലുണ്ടായിരുന്നു. ഇന്നൊരു ചാനലാണോ 10,000 ചാനലുണ്ട്. അപ്പോൾ ടാരോ റീഡിങ് അത്രയും ഫ്ലോറിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ടാരോ കണ്ടതുകൊണ്ട് എന്തുണ്ടെന്ന് ട്വിൻ ഫ്ലെയിം ജേർണിയാണെന്ന് പറയാൻ സാധിക്കില്ല. ഇറ്റ് ഷുഡ് ബി കൺഫേം വിത്തിൻ യുവർ സെൽഫ്. ദാറ്റ് മീൻസ് നമ്മുടെ സോള് പറഞ്ഞുതരും, ദിസ് ഈസ് ദ പേഴ്സൺ, ദിസ് ഈസ് യുവർ ബെറ്റർ ഹാഫ്, അല്ലെങ്കിൽ നിൻ്റെ ഡിവൈൻ പാർട്ട്ണറാണ്. നീ ഫെമിനിൻ ആണെങ്കിൽ നിൻ്റെ മാസ്കുലിൻ ആണ് അവർ, നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടാണ് അവർ. ദാറ്റ് മീൻസ് ഞാൻ ഫെമിനിൻ ആണെങ്കിൽ എൻ്റെ ആൺ വേർഷനാണ് ഞാൻ കാണുന്നത്. DM കാണുന്നത് DMൻ്റെ പെൺ വേർഷനാണ്, ശക്തി ആൻഡ് ശിവ. ഓക്കെ, അപ്പോൾ ചിലവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ അവർ ട്വിൻ ഫ്ലെയിം ജേർണി എന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവർ ട്വിൻ ഫ്ലെയിം ജേർണി അല്ല.
ഒരു എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. പക്ഷേ അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനത് വിട്ടു, ലെറ്റ് ഇറ്റ് ബി. കാരണം എനിക്ക് ആരും ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ബി എന്താ പറയുക, ടു ഹീൽ ദം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലവരുടെ കണ്ടു കഴിഞ്ഞാൽ പറയും, പിന്നെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇറ്റ്സ് ദെയർ ചോയ്സ്, നൺ ഓഫ് മൈ ബിസിനസ് ആണ്. ഓക്കെ, നമുക്ക് ആരും ഇൻസിസ്റ്റ് ചെയ്ത് ഇത് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് പഠിക്കേണ്ട പാഠങ്ങളുണ്ടായിരിക്കും ആ ഒരു പേഴ്സണിൽ നിന്ന്. കാരണം ഭയങ്കരമായിട്ട് അവരുടെ കേട്ടപ്പോൾ അവർ ഭയങ്കര ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഡിവൈൻ ഫെമിനിൻസ് അങ്ങനെ ആയിരിക്കില്ല, ഭയങ്കര ശക്തി എനർജി ആയിരിക്കും. അവർക്ക് എന്ത് പൊട്ടിച്ചറിയാനും ദേ വിൽ സ്റ്റാൻഡ് ഫോർ ദംസെൽസ്. അവർക്ക് സൊസൈറ്റി ഫിയർ ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു DFന് സൊസൈറ്റി ഫിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഒരു ക്ലയൻറ്റിൻ്റെ കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറയുന്നത് അവരാ മായ ലോകത്ത് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ വേർഡ് കേട്ടപ്പോൾ അവർ എന്തൊക്കെയോ ആണ്. കാരണം അവരുടെ ഫാമിലി മെമ്പറിൽ നിന്ന് ട്വിൻ ഫ്ലെയിം ജോഡി എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമാണല്ലോ. ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ ട്വിൻ ഫ്ലെയിം സിക്നെസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈഗോ, എൻവി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഷാഡോ സെൽഫൊക്കെ ക്ലിയർ ആവുന്ന സമയമാണ്. നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻസിൻ്റെ പേടി, ഫിയർ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോളാർ പ്ലക്സസിൽ നന്നായിട്ട് വർക്ക് നടക്കുന്നുണ്ടായിരിക്കും. കാരണം ഇങ്ങനത്തെ ഫിയറും കാര്യങ്ങളും പോകണം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഷാഡോ വർക്ക് ചെയ്യുക. ഒരു 2-3 days ഒക്കെ ഷാഡോ വർക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫിയർ, അതുപോലെ ആങ്സൈറ്റി കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കളയുക. മിറർ എക്സസൈസ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും കേട്ടോ. മിറർ എക്സസൈസ് എൻ്റെ പ്ലേലിസ്റ്റിലുണ്ടോ എന്ന് നോക്കാം. ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ട്വിൻ ഫ്ലെയിം സിക്നെസ് ഫീൽ ചെയ്തത്. ഞാൻ കറൻ്റ് അണ്ടർഗോയിങ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് സോളാർ പ്ലെക്സസിൽ നന്നായിട്ട് വർക്ക് നടക്കുന്ന പോലെ ഫീൽ ചെയ്തു. ആൻഡ് ഹെഡിൽ ഇടയ്ക്ക് ഹോൾ ചക്രാസ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഇതുപോലെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു അവയർനെസ് ആയിട്ടാണ് പറഞ്ഞത് വീഡിയോ. നിങ്ങൾ കടന്നു പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോരോ സ്റ്റേജിലായിരിക്കും. എല്ലാവരും ഇതുപോലെ ആവണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും ട്വിൻ ഫ്ലെയിമിലൂടെ പോകുന്ന ആൾക്കാരോട് ഷെയർ ചെയ്യുമ്പോൾ അവരും ഈ ഒരു സ്റ്റേജിലൂടെ പോയത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ചിലവർ പേടിക്കും, ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ആണോ എന്ന് കരുതിയല്ല. ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ ഒരു ഹെൽത്ത് കണ്ടീഷൻസും വരില്ല. അതൊക്കെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ചില സമയത്ത് എനിക്ക് റൈറ്റ് ലെഗിനൊക്കെ ഭയങ്കര നീര് പോലെയല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു ഭാരം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റിലീസ് ചെയ്ത് കളയും. അതുപോലെ തൊടഭാഗത്തൊക്കെ ശരിക്കും പറയുന്ന തൈസ് നമ്മുടെ വീക്ക് മാസ്കുലിൻ അല്ലെങ്കിൽ മാസ്കുലിൻസ് ആയിട്ട് ഹീൽ ചെയ്യുമ്പോഴും ഈ ഒരു തൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കടച്ചൽ, പെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള മാസ്കുലിൻ എനർജി ഉണ്ട്, അത് ഹീൽ ചെയ്യാനാണ് പറയുന്നത്. ഹാർട്ടിലാണെങ്കിൽ നിങ്ങളുടെ മദർ റിലേറ്റഡ് മദർ വൂൺസ്, മീൻസ് തൈസ് ആണെങ്കിൽ വേണമെങ്കിൽ ഫാദർ വൂൺസ് എന്ന് പറയാം. മറ്റേ ഹാർട്ട് എന്ന് പറയുന്നത് മദർ വൂൺസ് ആണ്. അപ്പോൾ ഇങ്ങനെ 2 ഭാരം വരുന്നുണ്ടെങ്കിൽ ഈ രണ്ടും ഹീൽ ചെയ്യുക. DMൻ്റെ സൈഡും ഹീൽ ചെയ്യുക, കൂടെ മദർ വൂൺസ് ഹീൽ ചെയ്യുക. ഹാർട്ടിൽ ഭയങ്കര ഭാരം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അറിഞ്ഞ കുറച്ച് അറിവുകൾ ഞാൻ ഷെയർ ചെയ്തു. താല്പര്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യൂ. ആരെയും കമ്പൽ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് ഹീലിങ്സ് ഒക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് പേര് ഹീലിങ്സ് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴേ ഭയങ്കര ബ്രോക്കൺ അവർ ഇന്ന ചാളിലൊക്കെ പോകണ്ട. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു ഹീലിംഗ് ചെയ്യൂ, അതിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറേ പേര് ചെയ്യാറുണ്ട്, അവർക്ക് അത് കണ്ടുപിടിക്കുന്നുണ്ട്. അല്ലാത്തവർക്കാണെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഡിസംബറൊക്കെ കംപ്ലീറ്റ് വരെ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. വേണമെന്നുള്ളവർ വരിക. പിന്നെ ഇതുപോലെ ഹീലിങ്സ് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എൻ്റെ ലൈഫിലും കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ഇത് കേൾക്കുന്നവർ ടാരോ കോഴ്സ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഞാൻ ടാരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഫ്രീ ആയിട്ട് മീൻസ് പെയ്ഡാണ്, പക്ഷേ സൂം ക്ലാസ്സസ് ഒന്നുമല്ല, റെക്കോർഡ് സെഷൻസാണ്. അപ്പം നമുക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈം, നിങ്ങളുടെ ഫ്രീ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട്സൊക്കെ എഴുതി പഠിക്കാവുന്നതാണ്. ഒരു 3 മാസം ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻസൊക്കെ പറയാറുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ച് മൈ വീഡിയോ. ഓൾവേസ് ഗ്രേറ്റ്ഫുള്ളാണ്. ഓക്കെ, ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് വേഗം വരാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.